മോളെ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? നയനാമണിയുണ്ട്. സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് മിമിക്രി വിഭാഗത്തിൽ എ ഗ്രേഡ് ലഭിച്ചല്ലേ? ആ ഇത് ലഭിച്ചതിന് ശേഷം ഒരു സർപ്രൈസ് ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റുമോ? എനിക്ക് ഒരു സ്വന്തമായിട്ടൊരു വീട് സാറ് സുരേഷ് ഗോപി സാറ് പണിതരാന്ന് പറഞ്ഞു. പിന്നെ അത് അവിടെ ഞങ്ങൾക്ക് എടുക്കാറൊന്നുമില്ല, കാരണം അത്രയ്ക്കും ഇതില്ല, ടാർപ്പായോണ്ട് കെട്ടിയതാണ്. ഞങ്ങൾ അവിടെ കാലത്തുണ്ടാക്കണ ഭക്ഷണം അവിടെ വെച്ചാൽ ചീത്തയാവും, അതായത് ഉറുമ്പൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ തറവാട്ടി കൊണ്ടുവയ്ക്കും. ഞങ്ങളവിടെ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഇപ്പോൾ സ്കൂൾ വിട്ടെന്നാലും അവിടെ പഠിക്കാനായിട്ട് ഇരുന്നിട്ട് ഒരു 10:30 ആകുമ്പോൾ അമ്മാമ്മരെ വീട് അടുത്തുണ്ട്, തറവാട്. അപ്പൊ അവിടെ പോയി കിടന്നുറങ്ങും. അങ്ങനെ ഒരു മാറ്റം ആവണല്ലേ? ആ ഇതില് സുരേഷ് ഗോപി സാർ ഇത് ചെയ്തു തരുന്ന സമയത്ത് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തോട് എന്താ പറയാനുള്ളത്? വളരെയധികം നന്ദി. പിന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അദ്ദേഹം നിങ്ങളുടെ MP അല്ലേ? ആ എന്ത് പറഞ്ഞു അദ്ദേഹം? ഇന്ന് കണ്ടിരുന്നോ? അന്ന് കണ്ടു. എന്താ പറഞ്ഞത്? ഇന്ന് തന്നെ പറഞ്ഞെന്തോ നമ്മുടെ ചെക്ക് അതെ അക്കൗണ്ട് ശരിയാവാത്ത കാരണം കൊണ്ടേ ചെക്ക് ഇന്ന് തരുന്ന് പറഞ്ഞതാ, വിചാരിച്ചതാന്ന്. അപ്പൊ അക്കൗണ്ട് ശരിയായിട്ട് തരാന്ന് പറഞ്ഞു. എത്ര രൂപയാണ് പറഞ്ഞത്? 4.5 ലക്ഷം. അതിനെ വീട് സെറ്റാക്കും പുള്ളി. ആ അതെ. സന്തോഷം. ഇന്നിപ്പോ പറഞ്ഞു വീടിന് ആവശ്യമുള്ളത് ചെയ്തു തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എങ്ങനെയാന്നറിയില്ല, എന്നാലും 4.5 ലക്ഷമായാലും നമുക്കൊരു കുഞ്ഞു വീട് അത് മതി. ഇപ്പോ ഈ അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു കലോത്സവത്തിൽ കേരളം മുഴുവൻ അദ്ദേഹത്തിന്റെ വാക്കുകളാൽ വൈറലായ ഒരാളാണ് നിങ്ങൾ, അല്ലേ മോള്? അപ്പോ നാട്ടിലൊക്കെ എങ്ങനെയാണ്? സ്കൂളിലൊക്കെ ഏത് തരത്തിലുള്ള പ്രതികരണമാണ്? സ്കൂളിലൊക്കെ നല്ലതാണ്. എല്ലാരും കാണുമ്പോ സെലിബ്രിറ്റി കാണിക്കണേ, കളിയാക്കണല്ല, ഒരു സന്തോഷത്തോടെ അവര് വിളിക്കണ്. ഈ ജസ്റ്റ് ഈ ഒരു ഏത് വിഭാഗത്തിൽ മിമിക്രിയിലാണല്ലോ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് അനുകരിക്കാൻ പറ്റും ഈ ഒരു സമയത്ത്? ഏതെല്ലാം ചെയ്തൊന്ന് ചെയ്യാൻ പറ്റുമോ? കുയിലിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ രാവിലെ ഉണർന്നത്. എഴുന്നേറ്റ് നോക്കിയപ്പോഴോ സമയം 6 മണി. അപ്പോഴവനും കൂവുന്നുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ പിടക്കോഴി ചെറിയൊരു കൂലോട് കൂടി നേരം വിളിപ്പിച്ചു. കൂടിനടുത്താണെങ്കിൽ എന്താ ഞെരുങ്ങുന്ന ശബ്ദം. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അമ്മ ഒരു കോഴിയെ കൊല്ലാൻ പിടിച്ചിരിക്കുന്നു. മനസ്സിനൊരു തൃപ്തിയായി. ഉച്ചയ്ക്ക് ചിക്കൻ കറി കൂട്ടാം. അപ്പോഴാണ് അമ്മ എനിക്ക് ചെറിയൊരു പണി തന്നത്. തേങ്ങ ചിരകാൻ പറഞ്ഞു. ഇതിലിപ്പോ സ്കൂളിലെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആദ്യം ഈ ഒരു എ ഗ്രേഡ് കിട്ടിയ സമയത്ത്? ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി തന്നെ പങ്കെടുത്തിണ്ടായിരുന്നുള്ളു. അപ്പൊ ആ എ ഗ്രേഡ് കിട്ടി. പക്ഷെ ഇവളില് അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. അത് കിട്ടിയപ്പോ അവർക്ക് സന്തോഷം. പിന്നെ ഞങ്ങളുടെ സാഹചര്യം ഒന്നും അവർക്ക് അറിയണ്ടായിരുന്നില്ല. അത് പറയാത്തേല് ടീച്ചർമാര് പറഞ്ഞ എന്താ പറയാഞ്ഞെന്നൊക്കെ ചോദിച്ചു. ഈ പേപ്പറിൽ വന്നതോടുകൂടിയാണ് അറിഞ്ഞത്. എങ്ങനെ സുരേഷ് ഗോപി സാർ എങ്ങനെയാ ഈ വിഷയം അറിഞ്ഞത്? അത് ഞങ്ങളവിടെ എന്റെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ കുറെ മീഡിയക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോ മനോരമയുടെ ശരത് സാറ് എന്നോട് ഇങ്ങനെ ചോദിച്ചു വന്നപ്പോ വീടിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് വീട് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ മനോരമയുടെ ഓഫീസിലുള്ള തൃശ്ശൂരുള്ള ഒരാളെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ നമ്പർ കൊടുത്ത് വിളിച്ച് അങ്ങനെ വീടിന്റെ അടുത്ത് എത്തിച്ചു. ഫോട്ടോ എടുത്തു. അങ്ങനെ പത്രത്തിലിട്ടത്. അപ്പോഴാണ് സുരേഷ് ഗോപി സാർ അറിഞ്ഞത്. നേരിട്ട് വന്നിരുന്നോ? നേരിട്ട് വന്നിട്ടില്ല, വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കണ്ടത്? അദ്ദേഹം ഒരു വീഡിയോ കോൾ വന്ന് കാണുന്നുണ്ടായിരുന്നു. വീഡിയോ കോൾ. അന്ന് സന്തോഷായില്ലേന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ പുതിയ വീട് പണിതരാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് വീഡിയോ കോൾ വിളിച്ചത്. ഇന്ന് നേരിട്ട് കണ്ട സമയത്ത് എന്താ അദ്ദേഹം പറഞ്ഞു? ഇന്ന് നേരിട്ട് കണ്ടപ്പോ മനസ്സിലായോ? ഞാൻ പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു. ഓ അങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് കുറെ പേരുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് പോണോണ്ട് അങ്ങനെയൊക്കെ. വീട്ടില് ഞാൻ, അമ്മ, ചേച്ചി. +2 പഠിക്കുന്നു. +1. എനിക്ക് ഈ മിമിക്രി പഠിപ്പിച്ചെന്ന് എന്റെ അച്ഛനാണ്. അച്ഛൻ വെച്ചിട്ട് 4 വർഷമായി. അപ്പൊ അത്ര നാളും ഞാൻ 9ലും 10ലും മത്സരത്തിന് പോയപ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കാരണം
എനിക്ക് എൻ്റെ തെറ്റുകളൊക്കെ പുതിയതായി ചെയ്യണമായാലും തെറ്റ് പറഞ്ഞുതരാൻ എനിക്ക് എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ അപ്പൊ അങ്ങനെ ആരും പറയാനില്ലാത്തണ്ടായപ്പോ പറയാനില്ലാണ്ടായപ്പോ എനിക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കൊടുങ്ങല്ലൂർ ഞാനിവിടെ ജില്ലാ കലോത്സവത്തിൽ പോയപ്പോ ഒരു മാഷിനെ കിട്ടി, ഷഫീഖ് സാർ എന്ന് പറഞ്ഞിട്ട്. ആ സാറ് വന്ന പിന്നെയാണ് ഞാനിപ്പോ സ്വതവേ എനിക്കൊരു സ്റ്റേജിൽ ഇപ്പൊ ഇവിടെ പരിപാടി ചെയ്യുമെന്ന് പറയാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ചെയ്യാറില്ല. കഴിവതും ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കും. പക്ഷെ ഈ സാറ് വന്ന പിന്നെ എനിക്ക് എവിടെ പരിപാടി പറയണോ അവിടെ ഒക്കെ എനിക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. വേറെ ഏതെങ്കിലും ഈ സ്കൂളിന് പുറത്ത് എത്ര വേദികൾ പങ്കെടുത്തിട്ടുണ്ട്? സ്കൂളിന് പുറത്ത് 4 പഠിക്കുമ്പോ കോമഡി ഉത്സവത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ നല്ല ഒരു ഇതായിരുന്നു. ഇനിയിപ്പോ മുന്നോട്ടുള്ള ഒരു പോക്ക് എങ്ങനെയാണ്? അല്ല ഇത് നമ്മുടെ മിമിക്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ്? അത് ഞാൻ വിടില്ല. അതിനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ശരി. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? പേര് നിധി KP. ഇങ്ങോട്ട് നേരെ. നിധി KP. ഏതായിരുന്നു? ഏത് വിഭാഗത്തിലാണ് പങ്കെടുത്തത്? സബ് ജൂനിയറില് മോഹിനിയാട്ടം, നാടോടി നൃത്തം. ഒരു പാട്ട് പാടി. അറിയോ പാട്ട്? ഇങ്ങോട്ട് നേരെ നോക്ക്. മൈക്ക് അവളുടെ കയ്യിൽ കൊടുക്കണ്ട. നേരെ നോക്ക്. അവള് മൈക്ക് മാത്രം ശ്രദ്ധിച്ചു. നോക്ക് ഇങ്ങോട്ട്. La mando la redo la do la redo la redo la redo la haido la dildo la mando la redo la lagajani nangajaniya ginjani navjaniya bujaniya ginjani tu aatjaniya lakchani nangajaniya ginjani navjaniya baante me guru pehengi me paye lo baante me guru pehengi me paye o chhogi na chungi ho mogi na chungi dola re dola hai dola dil dola mandola re dola re dola hai dola dil dola mandola re dola. പേരെന്തായിരുന്നു? അഞ്ജന കേസ്. ഒരു പാട്ട് പാടാൻ പറ്റുമോ? ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മൂകം തളരും തനവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാർദ്രയായ സന്ധ്യേ.